ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ലക്ഷ്മി വന്നിട്ട് മേഘയോട് യാചിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. നിന്റെ ഗർഭത്തിന് ഉത്തരവാദി മനീഷാണെന്നും അതുകൊണ്ട് സിദ്ധാർത്ഥിനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം എന്നൊക്കെ യാചിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേഘ പുച്ഛത്തോടെ പറഞ്ഞു വിടുകയാണ്, സംസാരിച്ച് കഴിഞ്ഞെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മനോഹരൻ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. മനോഹരൻ ചിന്തിക്കുകയാണ്, ഇവളടുത്ത് വന്നിട്ട് ഇതുപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവൾ കേസ് പിൻവലിക്കുന്നതാണോ കരുതിയത്? ഇവളടുത്ത് യാചിക്കുന്നതിന് പകരം അവളുടെ ചെകിടക്ക് നോക്കിയിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് മര്യാദയ്ക്ക് കേസ് പിൻവലിക്കടി എന്ന് പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ അവൾ കേസ് പിൻവലിച്ചേനെ. അല്ലാതെ നിങ്ങൾ കരയുന്ന കണ്ടു കഴിഞ്ഞാൽ മനസ്സറിയുന്ന കൂട്ടത്തിലൊന്നും അല്ല ഇവള് എന്നൊക്കെ അയാളിങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. മേഘയ്ക്കൊന്നും നിങ്ങളുടെ മര്യാദ തീരെ പറ്റുന്നതല്ല. ഇവളുടെ സംസാരത്തിന് ഇവൾക്ക് രണ്ട് തല്ലു കൊടുത്തിട്ടേ സംസാരിക്കാൻ തുടങ്ങാൻ തന്നെ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അയാൾ. മേഘയാണെങ്കിൽ ദേഷ്യത്തോടെ ബാക്കിയുള്ള തുണിയൊക്കെ വിരിച്ചിടുകയാണ്. അപ്പോൾ മനോഹരനാണെങ്കിൽ അർത്ഥം വെച്ചുകൊണ്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. അതായത് അത്രയും പാലും പഴമൊക്കെ കൊടുത്ത് വളർത്തിയ കിളിയാണ്, എന്നിട്ടും മേഘ ഒരു നന്ദിയില്ലാത്തവളായി പോയി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പാടുന്നത്. മേഘ കേൾക്കാതിരിക്കാൻ വേണ്ടി ചെറിയ ശബ്ദത്തിലാണ് അയാൾ പാടുന്നുണ്ടായിരുന്നത്. അതിനുശേഷം പൊട്ടിച്ചിരിച്ചുകൊണ്ട് മേഘയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മാവ ചിരിച്ചുകൊണ്ട് വരുന്നത്? ഏയ് ഒന്നുമില്ല, ഈ ലോകത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നത്. മേഘയുടെ മുഖം മാറി ദേഷ്യമായി എന്ന് കണ്ടപ്പോൾ തന്നെ മനോഹരം മെല്ലെ മേഘ അലക്കിയാറിയിട്ട ബക്കറ്റ് എടുത്തിട്ട് അവിടുന്ന് വേഗം എസ്കേപ്പ് ആവുകയാണ്. മേഘയാണെങ്കിൽ ദേഷ്യത്തോടെ പല്ല് കടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. രാത്രിയായപ്പോൾ ചന്ദ്രികയും സിദ്ധാർത്ഥവും മലറിനെയും കൂട്ടിയിട്ട് ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഫോൺ റിങ് ചെയ്തപ്പോൾ അവൻ പറയുന്നുണ്ട്, ചന്ദ്രിക ഒരു മിനിറ്റ്, ഞാനൊന്ന് ഈ ഫോൺ അറ്റൻഡ് ചെയ്തോട്ടെ. ശരി സർ. ആ സമയം കൊണ്ട് ചന്ദ്രികയും മലരും കൂടെ ക്ഷേത്രത്തിനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ആരുടെ പേരിൽ അർച്ചന എന്ന് ചോദിക്കുമ്പോൾ മലറിൻ്റെ പേരും നക്ഷത്രവും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചന്ദ്രിക. പൂജാരിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അർച്ചനയും കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടായിരുന്ന പ്രസാദമൊക്കെ കൊണ്ടുവരികയാണ്. അപ്പോൾ സിദ്ധു വരുമ്പോൾ കാണുന്നത് ചന്ദ്രികയും മലരും കൂടെ പ്രസാദം വെക്കുന്നതാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ആഹാ, ഇത്ര പെട്ടെന്ന് അർച്ചനയും കഴിഞ്ഞോ? അതെ സർ. കുഴപ്പമില്ല ചന്ദ്രിക, ഈ പൂവ് മലറിന് വെച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ളത് നീയും വെച്ചോ. സാറിന്നാ പ്രസാദം എടുത്തോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക വെച്ചു കൊടുക്കുന്ന സമയത്ത് സിദ്ധു അത് വാങ്ങിക്കുകയാണ്. അപ്പോൾ മലര് പറയുന്നുണ്ട്, അച്ഛാ എന്താടാ അച്ഛാ, നിങ്ങൾ പ്രസാദം വെക്കാൻ പാടില്ല. അതെന്താടാ? അച്ഛന് പ്രസാദം ഞാൻ വെച്ചു തരണം. ഓ അങ്ങനെയാണോ? ശരി, അങ്ങനെയെങ്കിൽ മലർക്കുട്ടി തന്നെ വെച്ചതാ എന്ന് പറഞ്ഞിട്ട് സിദ്ധു കുനിഞ്ഞു നിന്ന് കൊടുക്കുകയാണ്. അപ്പോൾ മലര് പ്രസാദം എടുത്തിട്ട് സിദ്ധുവിൻ്റെ നെറ്റിയിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. സിദ്ധു അതുപോലെ തന്നെ തിരിച്ച് മലറിന് വെച്ചു കൊടുത്ത് അവളുടെ കവിളിലൊരു ഉമ്മ കൊടുക്കുവാണ്. എന്നിട്ട് മലറിനോട് ചോദിക്കുന്നുണ്ട്, അച്ഛനും ഉമ്മയൊന്നും ഇല്ലേ, പ്രസാദം മാത്രമേ ഉള്ളൂ? അത് കേട്ടപ്പോൾ തന്നെ മലര് സിദ്ധുവിൻ്റെ കവിളിലൊരു ഉമ്മ കൊടുക്കുകയാണ്. അതൊക്കെ കണ്ട് ചന്ദ്രിക വല്ലാത്ത സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. എന്നിട്ട് പുറത്തേക്ക് പോകാൻ നോക്കിയപ്പോൾ മലറിനോട് ചന്ദ്രിക പറയുന്നുണ്ട്, ഒരു നിമിഷം, ഈ പൂവ് നിന്റെ തലയിൽ വെച്ച് തരാം. അമ്മ എനിക്ക് പൂവ് വെക്കണ്ട, എനിക്ക് അച്ഛൻ വെച്ച് തരും. അത് കേട്ടപ്പോൾ സിദ്ധു ഗമയിൽ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, സിദ്ധു സാർ നിനക്ക് എപ്പോഴാണ് പൂവ് വെച്ച് തന്നിട്ടുള്ളത്? അമ്മയല്ലേ നിനക്ക് എപ്പോഴും പൂവ് വെച്ച് തരാറ്? തിരിഞ്ഞു നിൽക്ക്, ഞാൻ നിനക്ക് പൂവ് വെച്ച് തരാം. ഇനി മുതൽ അമ്മ എനിക്ക് പൂവ് വെച്ച് തരേണ്ട, ഇനി മുതൽ എനിക്ക് അച്ഛൻ പൂവ് വെച്ച് തന്നാൽ മതി. എടീ. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ആഹാ, എന്താ മലർ, പുതിയതായിട്ട് കണ്ടീഷനൊക്കെ ഉണ്ടല്ലോ. ആ, ഇനി മുതൽ നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാവൂ. അയ്യയ്യോ, അങ്ങനെയാണോ? ശരി രാജകുമാരി, ഇനി രാജകുമാരി എന്താണോ പറയുന്നത് അതുപോലെ ഞങ്ങൾ കേട്ട് അനുസരിച്ചോളാം. സിദ്ധു ഇങ്ങനെ കൈകൂപ്പിക്കൊണ്ട് പറയാണ്. ഇപ്പം എന്താ വേണ്ടത്? ഞാൻ തലയിൽ പൂവ് വെച്ച് തരണം, അത്രയല്ലേ ഉള്ളൂ. ചന്ദ്രിക, പൂവിങ് കൊണ്ടുവാ. എന്നിട്ട് ഹെയർ പിന്ന് വാങ്ങിയിട്ട് ചന്ദ്രികയുടെ കയ്യിൽ നിന്നും പൂവും വാങ്ങിച്ചിട്ട് മലറിന് വെച്ചു കൊടുക്കുവാണ്. പൂവ് വെച്ചു കൊടുത്തതിന് ശേഷം മലറിനോട് ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ മലർ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. താങ്ക്സ് ഒക്കെ എന്തിനാ പറയുന്നത്? ഇനി മലർക്കുട്ടിയുടെ ഓൾ ഇൻ ഓൾ ഞാനാണ്. സർ, മലറിന് മാത്രമേ ഉള്ളോ, എനിക്കില്ലേ? എന്താ ചന്ദ്രിക ഇങ്ങനെ ചോദിക്കുന്നത്? എന്ന് ഞാൻ നിന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചോ അന്ന് മുതൽ ഞാൻ നിന്റെ അടിമയായില്ലേ? അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? ഞാൻ സാറിന് അത്രമാത്രം കഷ്ടപ്പെടുത്തുന്നുണ്ടോ? അയ്യോ, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ. ചന്ദ്രിക പൂവെടുത്തിട്ട് തലയിൽ വെക്കാൻ തുടങ്ങിയപ്പോൾ മലര് പറയുന്നുണ്ട്, അമ്മ നിർത്ത്, ഇനി മുതൽ അമ്മ തലയിൽ സ്വയം പൂവ് വെക്കാൻ പാടില്ല. എനിക്ക് അച്ഛൻ വെച്ചു തന്നതുപോലെ ഇനി മുതൽ അമ്മയുടെ തലയിലും അച്ഛൻ തന്നെയാണ് പൂവ് വെച്ച് തരിക. അത് കേട്ട് സിദ്ധു ചിരിക്കുകയാണ്. ഏയ്, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ തന്നെ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക വെക്കാൻ ശ്രമിച്ചപ്പോഴേക്കും മലര് പറയുന്നുണ്ട്, ഇപ്പം അടികൊള്ളും കേട്ടല്ലോ. അത് കേട്ട് രണ്ടുപേരും വാവൊത്ത് ചിരിക്കുകയാണ്. ഇനി മുതൽ ഞാൻ പറയുന്നത് വേണം നിങ്ങൾ രണ്ടുപേരും കേൾക്കാൻ. മലർ, ചന്ദ്രിക വിളിക്കുന്നുണ്ട്. അച്ഛാ, അമ്മയ്ക്ക് കൂടി പൂവ് വെച്ച് കൊടുക്ക്. ശരി രാജകുമാരി, ഇപ്പം തന്നെ അടിയം വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് സിദ്ധു പൂവ് വാങ്ങിയിട്ട് ചന്ദ്രികയ്ക്കും വെച്ചു കൊടുക്കുകയാണ്. സിദ്ധു പൂവ് വെച്ചത് കണ്ടപ്പോൾ മലര് സന്തോഷത്തോടെ പറയുന്നത്, സൂപ്പർ. അപ്പോൾ ചന്ദ്രിക അവളുടെ കവിളിൽ നുള്ളുവാണ്. വായാടി.
അപ്പോഴേക്കും പൂജാരി അകത്തു നിന്ന് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മലർക്കുട്ടി, നിന്റെ അച്ഛനെ അമ്മയും നീ വിരട്ടി നിർത്തിയിരിക്കുകയാണോ? നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പോഴാണ് മനസ്സിന് നല്ല സന്തോഷം തോന്നുന്നത്. ചന്ദ്രികയോടും സിദ്ധുവിനോടും പൂജാരി പറയാണ്. അയാൾക്കും അവർ നന്ദി പറയുന്നുണ്ട്. ശരി, വാ നമുക്ക് പോവാം. അച്ഛാ, എന്നെ എടുക്കാമോ? പിന്നെന്താ, എൻ്റെ മോള് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് സിദ്ധു മലറിനെ വാരി എടുക്കുകയാണ്. എന്നിട്ടാണ് അവരവിടെ നിന്ന് പോകുന്നത്. പിറ്റേന്ന് മനോഹരം മുറ്റത്തിരുന്നിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കയ്യിലൊരു മുറത്തിൽ അരിയുമായിട്ട് മേഘ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മ വായിച്ച പേപ്പർ തന്നെ എത്ര പ്രാവശ്യമാണ് വായിച്ചുകൊണ്ടിരിക്കുക? ഇന്നാ ഈ അരിയിൽ കുറച്ച് കല്ലുണ്ട്, അതൊക്കെ ഒന്ന് പെറുക്കിയെടുക്ക്. അത് വാങ്ങിയിട്ട് അയാളിങ്ങനെ ദേഷ്യത്തോടെ മേഘയെ നോക്കുകയാണ്. എന്താ നോക്കുന്നത്? വെറുതെ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുകയല്ലേ, അത്യാവശ്യം വീട്ടിലെ ജോലിയെങ്കിലും ചെയ്, അരിയിലെ കല്ലൊക്കെ പെറുക്കാൻ നോക്ക്, അപ്പോഴേ ചോറ് വൃത്തിക്ക് തിന്നാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് മേഘ അകത്തേക്ക് പോകുമ്പോൾ മനോഹരം കളിയാക്കിയിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ മേഘ തിരിച്ചു വന്ന് ചോദിക്കുകയാണ്, എന്താ പാടിയത്? ഏയ് ഒന്നുമില്ല, ഞാനത് എന്നെ ഉദ്ദേശിച്ച് പാടിയതാണ്, ഞാൻ കല്ല് വെറുക്കാം മേഘ, പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ മേഘ തിരിച്ചു പോവാണ്. വീണ്ടും ഓരോരോ പാട്ടുകൾ പാടിക്കൊണ്ടാണ് മനോഹരം കല്ല് പെറുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് മനീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. മേഘ ഉണ്ടോ? ആ, മേഘ അകത്തുണ്ട്. മനോഹരം പറയുമ്പോഴേക്കും മേഘ പുറത്തേക്ക് വന്നിട്ട് വിളിക്കുന്നുണ്ട്, മനീഷ് തിരിഞ്ഞ് മേഘയെ നോക്കുകയാണ്. നിന്റെ പാസ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? ആ, എടുത്തിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മേഘയ്ക്ക് അത് കൊടുക്കുകയാണ്. അവളത് തുറന്നു നോക്കിയതിന് ശേഷം പറയുന്നുണ്ട്, എന്തോ ഭാഗ്യം കൊണ്ടാണ് നിന്റെ പാസ്പോർട്ട് ചന്ദ്രികയുടെ കയ്യിലും സിദ്ധുവിൻ്റെ കയ്യിലും കിട്ടാഞ്ഞത്. കിട്ടിയിരുന്നെങ്കിൽ നാണക്കേടാവുമായിരുന്നു. ഈ പാസ്പോർട്ട് എൻ്റെ കയ്യിലിരിക്കട്ടെ, നിനക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ തന്നെ നിനക്ക് തന്നോളാം. ശരി. പിന്നെ മനീഷ്, ചെറിയൊരു ഹെൽപ്പ് കൂടി ആവശ്യമുണ്ട്. എന്ത് സഹായമാണ് വേണ്ടത്? പറ. പിന്നെ ഈ കേസ് കഴിയുന്നത് വരെ നീ ഇവിടെ നാട്ടിൽ നിൽക്കണ്ട എന്നാണ് വക്കീൽ പറഞ്ഞത്. നീ കുറച്ചു കാലത്തേക്ക് പുറത്തേക്ക് എങ്ങോട്ടേക്കെങ്കിലും പോയിക്കോളൂ. ഞാൻ എന്തിനാ മേഘ പുറത്തേക്ക് പോകുന്നത്? നീ ഇവിടെ നാട്ടിലുണ്ടെങ്കിൽ സിദ്ധു, ചന്ദ്രിക, മഹേന്ദ്രൻ അങ്ങനെ ആരെങ്കിലും നിന്നോട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നീ ഉണ്ടെങ്കിൽ മാത്രമല്ല അവർക്ക് നിന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നീ പുറത്തെവിടെയെങ്കിലും നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് നീയായിട്ട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ലല്ലോ. ഈ കേസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ നിന്നെ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. അതിനുശേഷം നീ വന്നാൽ മതിയാവും. ഈ ഒരു സഹായം കൂടി നീ എനിക്ക് ചെയ്യുമോ? ഒരല്പസമയം മനീഷ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പിന്നീട് മേഘയോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിന്റെ വയറ്റുള്ള കുഞ്ഞിനെ നീ നശിപ്പിക്കാതിരിക്കുമോ? എൻ്റെ വയറ്റുള്ള കുഞ്ഞിനെയൊന്നും ഞാൻ നശിപ്പിക്കില്ല മനീഷ്, നീ ഭയപ്പെടുകയൊന്നും വേണ്ട. അപ്പോൾ ഇതൊക്കെ മനോഹരൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ചിന്തിക്കുകയാണ്, ഇവനെന്താ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ മേഘ മനീഷിനോട് പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോവാൻ നോക്ക്. ആ സമയത്തൊക്കെ മനോഹരൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, മേഘയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പറ്റി ആലോചിച്ചിട്ട് ഇവനെന്തിനിങ്ങനെ ടെൻഷനാവുന്നത്? മേഘയാണെങ്കിൽ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് സിദ്ധുവിൻ്റെതാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മേഘ പറഞ്ഞതൊക്കെ കള്ളമാവാനാണ് സാധ്യത. അപ്പോൾ മേഘയുടെ ഗർഭത്തിന് മനീഷാണ് കാരണം. ഞാൻ സംശയിച്ചത് ശരി തന്നെയാണ്. ഒക്കെ അയാളുടെ മനസ്സിൽ പ്ലാൻ ചെയ്യാണ്. അപ്പോൾ മനീഷ് മേഘയോട് ചോദിക്കുന്നുണ്ട്, ശരി പ്രിയ എവിടെ? അവൾ കളിക്കാൻ പോയിരിക്കുകയാണ്. ശരി, അവൾ വന്നാൽ ഞാൻ ചോദിച്ചതായിട്ട് പറയും. എന്നിട്ടൊരു ഡയറി മിൽക്ക് എടുത്തിട്ട് മേഘയുടെ കൈ കൊടുത്തിട്ട് പറയാണ്, ഇത് അവൾ വന്നാൽ കൊടുത്തേക്ക്. മേഘ വേഗം തന്നെ അത് വാങ്ങിക്കുന്നുമുണ്ട്. ശരി മേഘ, ഞാൻ പോവാണ് എന്ന് മനീഷ് പറഞ്ഞപ്പോഴേക്കും ശരി എന്ന് പറഞ്ഞിട്ട് മേഘ വേഗം അകത്തേക്ക് പോവാണ്. പക്ഷേ മനീഷ് എന്തോ പോവാൻ മടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ മനോഹരൻ വിളിക്കുന്നുണ്ട്, ഏയ് മനീഷ്, നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വാ. മനീഷ് മനോഹരൻ്റെ അടുത്തെത്തിയപ്പോൾ അയാൾ ചോദിക്കുകയാണ്, എന്താ മനീഷ്, മേഘ നാട് വിട്ട് പോകാൻ പറഞ്ഞോ? ആ പറഞ്ഞു. അല്ല മനീഷ്, ഞാനൊന്ന് ചോദിക്കട്ടെ, മേഘ ചാവി കൊടുക്കുമ്പോൾ കറങ്ങുന്ന പാവയാണോ നീ? അവൾ പറയുന്നത് അനുസരിച്ചാണല്ലോ നീ പെരുമാറുന്നത്. ഒരു കാര്യം പറയട്ടെ, നിന്നെപ്പോലുള്ള ആണുങ്ങൾ കാരണമാണ് ഇങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ തോന്നിയ പോലെ കളിക്കുന്നത്. ഇവർക്കൊക്കെ അഹങ്കാരം കൂടാൻ കാരണം നിന്നെപ്പോലുള്ള ഭർത്താക്കന്മാരാണ്. നിന്റെ തലയിൽ എന്താണോ എഴുതിയത് അതല്ലേ നടക്കുള്ളൂ. മതി, നിന്നോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, പൊയ്ക്കോ. മനോഹരൻ പറഞ്ഞത് കേട്ടപ്പോൾ മനീഷിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. പൊയ്ക്കോ മനീഷ്, ഇവിടെ നിന്നിട്ട് വെറുതെ ദേഷ്യം പിടിച്ച് കളിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മനീഷിനെ പരിഹസിക്കുകയാണ്. അവൻ കൂടുതലൊന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നുമുണ്ട്. മേഘ പറഞ്ഞത് കേട്ടിട്ട് ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുകയാണ് മനീഷ്. അവന് നാട് വിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബാഗും പാക്കൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി അതുവഴി സ്കൂട്ടറിൽ വരുന്നത്. അപ്പോൾ അവളാണെങ്കിൽ മനീഷിനെ കണ്ടപ്പോൾ അവൾക്ക് പരിചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ചിന്തിക്കുന്നുണ്ട്, മനീഷാണല്ലോ അത്, ഇവനെന്താ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ സ്കൂട്ടർ മാറ്റിയ കുറച്ചങ്ങോട്ട് ദൂരത്തോട്ട് വെച്ചിട്ട് വേഗം മനീഷിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഹേയ് മനീഷ്. ഹായ് സത്യ,
അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയാണ്. അല്ല, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ? ആ, ഒരുപാട് വർഷങ്ങളായി. സുഖാണോ? സുഖാണ്. അല്ല, നീ എന്താ ഇവിടെ നിൽക്കുന്നത് പറഞ്ഞില്ലല്ലോ? അത് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓ, അങ്ങനെയാണോ? നിൻ്റെ വീട്ടിലെല്ലാവർക്കും സുഖാണോ? ആ, എൻ്റെ വീട്ടിലെല്ലാവർക്കും സുഖാണ്. ആ, നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി. കഴിഞ്ഞ ആഴ്ച നിൻ്റെ ഭാര്യ എൻ്റെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ വന്നെന്നോ? മനീഷിന് ചെറുതായിട്ടൊരു ഞെട്ടൽ തോന്നുകയാണ്. ആ, നിൻ്റെ ഭാര്യയുടെ കൂടെ നീയും ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഞാൻ മുഴുവനായിട്ട് നോക്കി, പക്ഷെ നിന്നെ എവിടെയും കണ്ടില്ല. മേഘ എന്തിനാ ഹോസ്പിറ്റലിൽ വന്നത്? മനീഷ് ചോദിക്കുകയാണ്. അപ്പോൾ മേഘ ഹോസ്പിറ്റലിൽ വന്നത് നിനക്കറിയില്ലേ? അവൾ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഇല്ല, അറിയില്ല. മേഘ കൺസീവ് അല്ലേ? ആ, അതെ. അല്ല, രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? അത് കേട്ടതും മനീഷ് ശരിക്കും ഷോക്കായിട്ടുണ്ടായിരുന്നു. എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, മേഘ അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൂടി കേട്ടതോടെ മനീഷ് ശരിക്കും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. എന്താ നീ പറഞ്ഞത്? അല്ല, അപ്പോൾ മേഘ അബോർഷൻ ചെയ്യാൻ വന്ന കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? മനീഷ് മറുപടി ഒന്നും പറയാനാവാതെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഈ കാലത്തിലുള്ള പെൺകുട്ടികളൊക്കെ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ ഷോക്കായിപ്പോയി. അവൾ പറയുന്നുണ്ട്, നിന്നോട് സംസാരിച്ചിട്ടായിരിക്കും അവൾ അബോർഷൻ ചെയ്യാൻ വേണ്ടി വന്നത് എന്നാണ് ഞാൻ കരുതിയത്. പിന്നെ അവൾ അഡ്മിറ്റായ സമയത്ത് തന്നെ നിന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കണം എന്ന് ഞാൻ കരുതിയതായിരുന്നു. ആ ഒരു തിരക്കിനിടയിൽ എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജും ഒക്കെ വന്നത് കാരണം എനിക്കിത് നിന്നോട് വിളിച്ച് ചോദിക്കാനൊന്നും സാധിച്ചില്ല. അപ്പോൾ മനീഷ് ചോദിക്കുകയാണ്, മേഘ കുഞ്ഞിനെ അബോർഷൻ ചെയ്തോ? അപ്പോൾ അവൾ വിഷമത്തോടെ പറയാണ്, എൻ്റെ അറിവിൽ മേഘ അബോർഷൻ ചെയ്തു എന്നാണ് തോന്നുന്നത്. അത് കേട്ടതും മനീഷ് ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. മനീഷിന് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അവൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത് ക്ഷേത്രത്തിൽ വെച്ചിട്ട് മേഘ കൊടുത്ത ആ ഒരു ഫയലൊക്കെയാണ്. ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ കുട്ടി നല്ല ആരോഗ്യത്തോടെയാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. ഇന്നാ റിപ്പോർട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവൻ മറിച്ച് നോക്കിയതാണ്. അതിനുശേഷം മേഘ പറഞ്ഞിട്ടുണ്ട്, സിദ്ധുവും ചന്ദ്രികയും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ നീയാണെന്ന് പറയാൻ നിന്നെ കമ്പൽ ചെയ്തുകൊണ്ടേയിരിക്കും. നീ അങ്ങനെ പറഞ്ഞു എന്ന് വെക്ക്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നിനക്ക് രക്ഷിക്കാൻ സാധിക്കില്ല. നീ എൻ്റെ കൂടെ ചേർന്ന് ഒന്നിച്ച് ജീവിക്കണമെന്ന് നിൻ്റെ ആഗ്രഹവും ഒരു കാലത്തും നടക്കില്ല. അങ്ങനെയായിരുന്നു മേഘ മനീഷിനെ ഭീഷണിപ്പെടുത്തി നിർത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യമൊക്കെ മനീഷിനിപ്പോൾ ഓർമ്മ വരികയാണ്. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സത്യ പറയുന്നുണ്ട്, എന്തിനാ മേഘ അങ്ങനെ ചെയ്തത് എന്ന് അവളോട് പോയി ചോദിക്കും മനീഷ്. നീ അറിയാതെ ചെയ്തത് വലിയ തെറ്റല്ലേ? ശരി മനീഷ്, എനിക്ക് പോവാൻ ടൈമായി, ഞാൻ പോവാണ്, ബായ്. അവൾ അവിടെ നിന്ന് പോയതിനു ശേഷം മനീഷ് ദേഷ്യത്തോടെ ചിന്തിക്കുകയാണ്, എന്നോട് അബോർഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അറിയാതെ പോയിട്ട് ഇവൾ അബോർഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് എന്നെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളെ വെറുതെ വിടാൻ പാടില്ല. എന്നെ ചതിച്ചവൾക്ക് ശരിയായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. മനീഷ് നല്ല ദേഷ്യത്തിലാണ് ഉണ്ടായിരുന്നത്. അവൻ വീട്ടിൽ പോകുന്ന സമയത്ത് മേഘ അവിടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മനീഷ് വന്നിട്ട് ദേഷ്യത്തോടെ വിളിക്കുന്നുണ്ട്, മേഘയാണെങ്കിൽ അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ഭാവമാറ്റം ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അവൾ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇവൻ തിരിച്ചു വന്നത്? എന്തായിരിക്കും കാരണം? അവളിങ്ങനെ പേടിയോടെ ചിന്തിക്കുകയാണ്. മനീഷാണെങ്കിൽ കട്ട കലിപ്പിലാണ് അകത്തേക്ക് കയറി വരുന്നത്. മേഘ വേഗം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അവളിങ്ങനെ ചിന്തിക്കുകയാണ്, ഇതെന്തായിരിക്കും ഇവൻ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? മനീഷ് മുന്നോട്ട് വരുന്തോറും മേഘ പിന്നോട്ടേക്ക് നടക്കുകയാണ്. അപ്പോഴും അവളൊന്നും വിട്ടു പറയാതെ ചോദിക്കുന്നുണ്ട്, എന്താ മനീഷ്, നീ നാട്ടിലേക്ക് പോയില്ലേ? മനീഷ് അവളെ കൊല്ലാനുള്ള ദേഷ്യത്തോടെയാണ് മുന്നോട്ടേക്ക് വരുന്നത്. അവൾ ചോദിക്കുന്നതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല. ഇതെന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നിന്നോട് നാട്ടിലേക്ക് പോകാനല്ലേ ഞാൻ പറഞ്ഞത്? പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ചന്ദ്രികയോ സിദ്ധുവോ നിന്നെ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വന്ന് അവർ നിന്നോട് പ്രശ്നം ഉണ്ടാക്കും. ആദ്യം നീ ഇവിടെ നിന്ന് പോവാൻ നോക്ക്, പോ. അത് കേട്ടതും മനീഷ് അവളുടെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. മേഘ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നീ എന്തിനാ എന്നെ അടിച്ചത്? നീ ചെയ്ത കാര്യത്തിന് നിന്നെ അടിക്കാതെ പിന്നെ നിന്നോട് കൊഞ്ചണോ? നീയൊക്കെ ഒരു പെണ്ണായിരിക്കാൻ ഒരു അർഹതയില്ലാത്തവളാണ്. മേഘയും ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. ദാ ഇങ്ങോട്ട് നോക്ക്, ഇതുപോലെ ഇനിയും സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിധം മാറും. ഇപ്പം നിനക്ക് എന്താ ഇവിടെ പ്രശ്നം? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്ക്. ആടി, ഞാൻ പോകാൻ തന്നെയാണ് പോകുന്നത്, പക്ഷെ അതിനു മുമ്പ് നിന്നെ കൊന്നിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞത് മനീഷ് വീണ്ടും മേഘയുടെ കവളത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ പൊട്ടിച്ചു കൊടുക്കുകയാണ്. മേഘ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്, ഇവരെന്തിനായിരിക്കും തല്ലുന്നത് എന്ന് മനസ്സിലാവാതെ. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, എടി ദുഷ്ടേ, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല എന്ന് നീ എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നീ പറഞ്ഞ എല്ലാ കോമാളിത്തരത്തിനും ഞാൻ നിനക്ക് തലയാട്ടി ഒരു ബൊമ്മയെ പോലെ നിന്ന് തന്നത്
എന്തിന് സിദ്ധുവിനോടും ചന്ദ്രികയോടും കള്ളങ്ങൾ പറഞ്ഞത്? നീ പറഞ്ഞത് കേട്ട് കോടതിയിൽ വന്നിട്ട് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത്. എന്നിട്ടും നീ എന്തിനാണ് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിച്ചത്? മനീഷ് പറഞ്ഞത് കേട്ടതും മേഘ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവള് പതറിക്കൊണ്ട് പറയാണ്, കുട്ടിയെ നശിപ്പിച്ചെന്നോ? ഏയ്, അങ്ങനെയൊന്നും ഇല്ലല്ലോ. നിന്നോട് ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? മതി, നിർത്തടി. നീ കുഞ്ഞിനെ നശിപ്പിച്ച കാര്യമൊക്കെ എന്നോട് എൻ്റെ ഫ്രണ്ട് വന്ന് പറഞ്ഞു. അത് കേട്ടതും മേഘ ഒന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ പറയുന്നുണ്ട്, അതെ, നശിപ്പിച്ചു. അതിനിപ്പോൾ എന്താ? ഉള്ള കുഞ്ഞിനെ തന്നെ മര്യാദയ്ക്ക് നോക്കാനുള്ള കഴിവില്ല. അപ്പോൾ അതിൻ്റെ കൂടെ വേറൊന്നു കൂടിയോ? എൻ്റെ സമ്മതത്തോടു കൂടി ആയിരുന്നോ നീ എനിക്ക് കുഞ്ഞിനെ തന്നത്? ഞാൻ അറിയാതെയല്ലേ നീ എനിക്ക് കുഞ്ഞിനെ തന്നത്? നീ ചെയ്ത കാര്യത്തിന് ഞാൻ തിരിച്ചു ചെയ്തത് തന്നെയാണ് ശരി. എടി, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ നീ ചെയ്തത് എത്രത്തോളം വലിയ പാപമാണെന്ന് നിനക്കറിയാമോ? എങ്ങനെയാണ് ഈ ഒരു കുഞ്ഞിനെ കൊല്ലാനുള്ള മനസ്സ് നിനക്ക് വന്നത്? ഞാൻ പാപം നോക്കി നിൽക്കുമായിരുന്നെങ്കിൽ നാളെ ഞാൻ ജയിലിൽ പോവേണ്ടി വരുമായിരുന്നു. എന്ത് വിവരക്കേടാണ് നീ പറയുന്നത്? പിന്നല്ലാതെ, കുട്ടി ജനിച്ചതിന് ശേഷം ആ കുട്ടിയുടെ DNA ടെസ്റ്റ് എടുക്കും. അത് സിദ്ധുവിൻ്റെ കുട്ടിയല്ല എന്നുള്ള സത്യം എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ പിന്നെ ഞാൻ സിദ്ധുവിൻ്റെ മേൽ കൊടുത്തിരിക്കുന്ന കേസ് കള്ളക്കേസായിട്ട് മാറുകയും എന്നെ പിടിച്ച് ജയിലിൽ കൊണ്ടിടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ആ കുഞ്ഞിനെ നശിപ്പിച്ചത്. എടി ദുഷ്ടേ, നീയൊക്കെ ഒരു അമ്മയാണോ? എങ്ങനെയാണ് നിനക്ക് നിൻ്റെ അവസരത്തിനൊത്ത് നീ ചിന്തിക്കാൻ പറ്റുന്നത്? കുട്ടിയില്ലാതെ എത്ര ആളുകൾ ക്ഷേത്രത്തിലും ഹോസ്പിറ്റലിലും കയറി നിരങ്ങുന്നുണ്ടെന്ന് നിനക്കറിയാമോ? അങ്ങനെയുള്ളപ്പോൾ ദൈവം തന്ന കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണോ? നിന്നെയൊന്നും വെറുതെ വിടില്ലടി. നാളെ തന്നെ ഞാൻ കോടതിയിൽ വന്നിട്ട് എല്ലാവർക്കും മുന്നിൽ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് നിൻ്റെ ഈ മുഖംമൂടി ഞാൻ വലിച്ചെറിയുവടി. നാളെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമായിരിക്കും. പക്ഷേ നീ സിദ്ധാർത്ഥിൻ്റെ മേൽ കൊടുത്തിരിക്കുന്ന കേസ് കള്ളക്കേസാണെന്ന് തെളിഞ്ഞ് ഈ കേസ് കോടതി നാളെ പിൻവലിക്കും. എല്ലാവർക്കും മുന്നിൽ നീ നാളെ ഒരു കള്ളിയായി മാറും എന്ന് പറഞ്ഞിട്ട് മനീഷ് ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. പെട്ടെന്നാണ് മേഘയ്ക്ക് ബോധം വരുന്നത്. ഏയ് മനീഷ് ഒരു നിമിഷം പോവല്ലേ. മനീഷ് ഒട്ടും വില കൽപ്പിക്കാതെ മേഘയ്ക്ക് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ മേഘ ഇങ്ങനെ പിന്നേ പോയിട്ട് അവനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവൾ ചിന്തിക്കുകയാണ്, അയ്യോ, നാളെ മനീഷ് കോടതിയിൽ വന്നിട്ട് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കോടതി എനിക്ക് പണിഷ്മെൻറ്റ് തരുമല്ലോ. അവൻ നാളെ കോടതിയിൽ എത്താതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ. എന്താ ചെയ്യുക? മേഘ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.